അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞു. പക്ഷെ എന്റെ അലവലികൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നു ജിൻഡോ ജയിക്കാൻ യോഗ്യനല്ല എന്ന്, ചിലർ പറയുന്നു PR കൊണ്ട് ജയിച്ചാണെന്ന്, ചിലർ പറയുന്നു അല്ല, ഫാൻ സപ്പോർട്ട് ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ജിൻഡോ ആയിരുന്നു ഇഷ്ടമെന്ന്, അതുകൊണ്ടാണ് ജയിച്ചതെന്ന്. എന്തായാലും മുൻപത്തെ സീസണിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിന്നർക്ക് 50-50 ചാൻസ് അല്ലെങ്കിൽ 50-50 സപ്പോർട്ടാണ് പൊതുജനങ്ങളിൽ നിന്നുള്ളത് എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചിലർ പറയുന്നു അർജുനായിരുന്നു ജയിക്കാൻ കൂടുതൽ യോഗ്യനെന്നും, മറ്റുള്ള ചിലർ പറയുന്നു അർജുൻ മരവാഴയായിരുന്നു, അർജുൻ 2ാം സ്ഥാനം പോലും അർഹിക്കുന്നില്ല എന്ന്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്താൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ജിൻഡോ നല്ലതാണെന്ന് തോന്നും, ചിലർക്ക് അർജുൻ നല്ലതാണെന്ന് തോന്നും, മറ്റു ചിലർക്ക് ജാസ്മിൻ നല്ലൊരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആണ് എന്ന് തോന്നും. അങ്ങനെ പല അഭിപ്രായങ്ങളാണല്ലോ. പൊതുജനം പലവിധമാണ്. ഭൂരിഭാഗം പേർ പിന്തുണയ്ക്കുന്ന ആൾ ജയിക്കും. അപ്പൊ ഞാൻ ഇവിടെ അതല്ല പറയാൻ വന്നത്. ഇവിടെ പറയാൻ വന്നത് ഇപ്രാവശ്യത്തെ സീസണിനെ പോലെ ഇത്രയും കലുഷിതമായി, ഇത്രയും കലങ്ങിയ ഒരു സീസൺ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടസ്റ്റൻസ് തമ്മിൽ അടിയാണെങ്കിൽ പുറത്ത് വീട്ടുകാരും നാട്ടുകാരും തമ്മിൽ അടിയായിരുന്നു. PR ഏജൻസികൾ ഇത്രയും കൊടികുത്തി വാണ, PR ഏജൻസികൾ ഇത്രയും കൂടുതൽ രൂക്ഷമായി എതിരാളികളെ തളർത്താനും അവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്വന്തം ആളെ ഉയർത്താനും ശ്രമിച്ച ഒരു സീസൺ മുമ്പ് ഉണ്ടായിട്ടില്ല. PR ഏജൻസികളാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ കളിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയപ്പോൾ തന്നെ അടിയോടുകൂടിയാണ് തുടങ്ങിയത്. ആദ്യത്തെ ദിവസം തന്നെ കണ്ടസ്റ്റൻസ് തമ്മിൽ അടിയായിരുന്നു. ആ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ നമ്മുടെ സിജോയും റോക്കിയും ഒത്തു കളിക്കാൻ തീരുമാനിച്ചു. അവിടെ സിജോ ആണ് പ്രപ്പോസ് ചെയ്ത റോക്കിയോട് നമുക്ക് ചേർന്ന് കളിക്കാമെന്ന്. അവിടെ ചങ് ബ്രോസ് ആയിട്ട് മാറി. റോക്കി പറഞ്ഞു എന്തായാലും വേണ്ടില്ല, നീ വേണമെങ്കിൽ കളിച്ചോ, നീ വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോ, എന്തായാലും എനിക്ക് ക്യാപ്റ്റൻ ആവണം, വേറെ ഒരു പരിപാടിയും ഇല്ല, ഞാൻ ക്യാപ്റ്റൻ ആവും, എന്റെ ഫുൾ ഫിഗർ, എന്റെ ഫ്രെയിം, എന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ അതാണ് വേണ്ടത്, ഞാൻ ക്യാപ്റ്റൻ ആവും, നിനക്ക് വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോ. സിജോയെ സംബന്ധിച്ചു. അങ്ങനെ ചങ്സ് ആയിട്ട് തുടങ്ങിയ ആൾക്കാരാണ് 16ാമത്തെ ദിവസം ആ സിജോയെ തന്നെ അടിച്ച് പുറത്താക്കിക്കൊണ്ട് റോക്കി ഗെയിം മാറ്റി പിടിച്ചു. കൂടെ റോക്കിയും പുറത്തായി. മാൻ ഹാൻഡ്ലിങ്ങിന്, ഫിസിക്കൽ അസോൾട്ടിന് റോക്കിയും പുറത്താക്കി. വേറെ വഴിയൊന്നും ബിഗ് ബോസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഫിസിക്കൽ അസോൾട്ടിന് ശേഷം റോക്കി പുറത്തായപ്പോൾ റോക്കി പുറത്ത് വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഇതാണ്: നീയും ജനങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ ശരി, റോക്കിക്ക് ഒന്നുകൂടെ സോറി പറയാം. സോറിടാ സിജോ, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേരാം. പക്ഷെ എനിക്ക് ജനങ്ങൾ അതെ, ഞാൻ സിജോയെ തല്ലിയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അതായത് എനിക്ക് തോന്നുന്നില്ല ഞാൻ സിജോയെ തല്ലിയത് തെറ്റാണെന്ന്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അതല്ലെങ്കിൽ ഞാൻ സിജോയെ തല്ലിയത് തെറ്റൊന്നുമല്ല, അഥവാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, തെറ്റല്ല യഥാർത്ഥത്തിൽ അത്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക. അത്രേ ഉള്ളൂ. എന്തായിരുന്നു റോക്കിയുടെ സ്റ്റാൻസ്? റോക്കി അന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ റോക്കി അന്ന് ചിന്തിച്ചത് ഈ വഴിക്കായിരുന്നു. റോക്കി പറയുന്നത് താൻ സിജോയെ തല്ലിയത് അയാൾ എന്നെ പ്രകോപിപ്പിച്ചിട്ടാണ്. ഇങ്ങനെ തല്ലി ജയിക്കാനാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് എന്നൊരു വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടിരുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ഗുസ്തി റിങ് ഗോത ഒരുക്കിയിട്ട് നിങ്ങളോട് പരസ്പരം അടിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് ബിഗ് ബോസ് എന്നുള്ള ഷോ മെന്റൽ ചാലഞ്ചസ് ഏറെയുള്ള ഷോയാണ്. അതെല്ലാം കടന്ന് ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ട ഷോ ആണ്. അവിടെ അടിക്കും ഇടിക്കും സ്ഥാനമില്ല. അതിനോടൊപ്പം ഇതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ് മിസ്റ്റർ റോക്കി. എന്തായാലും അന്ന് റോക്കിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പലതവണ റോക്കി തിരിച്ചു കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. PR ടീംസിനെയും ഒക്കെ വെച്ച് ശ്രമിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് ബിഗ് ബോസ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റിയില്ല. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിചാരമുണ്ടായി. റോക്കി പിന്നെയും മാപ്പപേക്ഷിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എനിക്ക് സിജോയുടെ അടുത്ത് എനിക്ക് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലടാ, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ. എനിക്ക് അവിടെ നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. കാര്യം നീ കാരണം ഞാൻ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ കാരണം ഇവിടെയും കക്ഷി തന്നെ മുന്നിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മിസ്റ്റർ, അടി കൊണ്ടത് അയാൾക്കാണ് നിങ്ങളോട് ദേഷ്യം വരേണ്ടത്. ഇവിടെയും റോക്കി പറയുന്നത് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ മാപ്പ് തന്നേക്കുക, സോറി. റിപ്പീറ്റ് ചെയ്ത് അയാൾ പറയുന്ന കാര്യം എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നാണ്. നിങ്ങൾക്ക് അയാളോട് ദേഷ്യമുണ്ടോ ഇല്ലയോ എന്നത് ഇവിടുത്തെ ചോദ്യമേ അല്ല. അയാൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം അടികൊണ്ടതും ജീവിതം മാറിയതും പല്ലിളകിപ്പോയതും അയാൾക്കാണ്.
നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത്. അല്ലാതെ അയാൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടാകാൻ 90% സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അയാളോട് ദേഷ്യമുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. മിസ്റ്റർ റോക്കി, നിങ്ങൾ 10 ലക്ഷത്തിനുള്ള ആ ബോട്ടിൽ വിറ്റിട്ടുണ്ടാവും. എന്തായാലും 10 ലക്ഷത്തിനും ആ ബോട്ടിൽ വാങ്ങാൻ ആളുണ്ടായി എന്ന് അത്ഭുതം തന്നെ. എന്തായാലും ഇവിടെ സിജോയോടും പത്രക്കാർ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, സിജോ റോക്കിയെ സുഹൃത്താക്കി മാറ്റുമോ അല്ലെങ്കിൽ സുഹൃത്തായി കരുതുമോ എന്നൊക്കെ. ഇത് ഇത്തരം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യം മനസ്സിലാകുന്നില്ല. കാരണം സിജോയ്ക്ക് റോക്കിയെ സുഹൃത്താക്കാൻ പറ്റില്ല. കാരണം റോക്കി കാരണമാണ് അയാളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. അതല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ചയിലെ വോട്ടിംഗ് എടുത്ത് നോക്കുക. സിജോ ലീഡിംഗ് ആയിരുന്നു. ആദ്യത്തെ ആഴ്ചയിൽ ലീഡിംഗ് ആയിരുന്നു. 2ാമത്തെ ആഴ്ചയിൽ അയാൾ 2ാം സ്ഥാനത്തായിരുന്നു. അയാൾ നോമിനേഷനിൽ 2 ആഴ്ചയിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ ശക്തനായ ഒരു കളിക്കാരനായിരുന്നു. അയാളുടെ മുന്നിൽ കളിക്കാൻ അത്രയും സ്ട്രോങ് ആയിട്ട് വേറെ പ്ലെയർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ജിൻഡോ എന്നും ഒന്നുമല്ലായിരുന്നു സിജോയുടെ മുന്നിൽ. കാരണം അത്രയും വാക്ചാതുര്യം ഉണ്ടായിരുന്നു. അത്രയും എനർജറ്റിക്കലി കളിക്കുന്ന ഒരാളായിരുന്നു. അയാൾ തന്ത്രങ്ങൾ മാറ്റി 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 കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ സിജോ തന്റെ തന്ത്രം ഉപയോഗിച്ചു. പലരും ആ ഗെയിമിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ. ആ സമയം തന്നെ സിജോ തീരുമാനിച്ചു താൻ ഒരാളെ രാജാവാക്കും. അതായത് താൻ ഒരാളെ ക്യാപ്റ്റൻ ആക്കും. തനിക്ക് അയാൾ ശിങ്കടായിട്ട് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ഗെയിം കളിച്ചത് അയാൾ. തീർച്ചയായും അവിടെ ശ്രീരേഖയുടെ ഗെയിം കൊണ്ട് അർജുൻ ക്യാപ്റ്റനായി മാറി. പക്ഷേ അവിടെ സ്ട്രാറ്റജി ഉപയോഗിച്ചത് സത്യത്തിൽ സിജോയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നിരുന്ന ഒരാൾ തീർച്ചയായും ടോപ്പ് 5-ൽ ഉണ്ടാകേണ്ടതാണ്. ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ 16 ദിവസത്തിന് ശേഷം അയാൾ വീട് വിട്ട് ഇറങ്ങുമ്പോൾ അയാൾ തികച്ചും ബ്രോക്കൺ ആയ ഒരു വ്യക്തിയായിരുന്നു. തികച്ചും ബ്രോക്കൺ ആയിട്ടാണ് സിജോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നിങ്ങളെ തന്നെ അയാളുടെ പൊസിഷനിൽ നിന്ന് വെച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് റോക്കിയോട് മാപ്പ് കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് റോക്കിയെ സുഹൃത്താക്കാൻ സാധിക്കുമോ? ഇല്ല. 1993-ൽ മോണിക്ക സെലസ് എന്നൊരു ടെന്നീസ് പ്ലെയർ തൻ്റെ കരിയറിൻ്റെ ഉച്ചസ്ഥായിൽ, അതായത് സ്റ്റെഫി ഗ്രാഫിനെ പോലുള്ള ടോപ്പ് പ്ലെയറിനെ എല്ലാം തോൽപ്പിച്ച് നിൽക്കുമ്പോഴാണ് സ്റ്റെഫി ഗ്രാഫിന്റെ ആരാധകനായ ഒരു വ്യക്തി അവരെ കുത്തി മുറിവേൽപ്പിക്കുന്നത്. അതിനുശേഷം മോണിക്ക സെലസ് ഒരിക്കലും ടെന്നീസിലേക്ക് ശക്തമായി ഉയർന്നു വന്നില്ല. അതിനുശേഷം അവർ ഏകദേശം 2.5 വർഷത്തോളം ടെന്നീസിൽ നിന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ മുറിവ് മൂലം. 96-ൽ തിരിച്ചു വന്ന അവർക്ക് ഓസ്ട്രേലിയ ഓപ്പൺ കളിക്കാനായി. ഓസ്ട്രേലിയ ഓപ്പൺ വിജയിച്ചു. എന്നാൽ അതിനുശേഷം ഒരു ഗ്രാൻഡ് സ്ലാമിലും ഒരു മാച്ചിലും അവർക്ക് ശക്തിയായിട്ട് മുന്നേറാൻ സാധിച്ചില്ല. ആ അക്രമിയുടെ ഒരൊറ്റ ആക്ഷൻ കൊണ്ടാണ് അവരുടെ ജീവിതം തന്നെ തകിടം മറിഞ്ഞത്. ഇവിടെ റോക്കി എന്നൊരു വ്യക്തിയുടെ ആക്ഷൻ മൂലമാണ് സിജോയുടെ പ്ലാൻസ് എല്ലാം തെറ്റിയത്. സിജോ എയർപോർട്ടിൽ വെച്ച് കൊടുത്ത ഈ മറുപടി ഒന്ന് കണ്ടു നോക്കുക. ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടറായിപ്പോയി. അങ്ങനെ മണ്ടക്കെട്ടുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ പറഞ്ഞ് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ്. അതെ, ഫിസിക്കൽ പെയിനൊപ്പം മെന്റൽ പെയിനും അയാൾക്കുണ്ടായി. അതായത് ഒന്ന് ഈ പല്ല് പോയതിന്റെ വേദന, പിന്നെ പ്ലേറ്റ് ഇടേണ്ടി വന്നു, സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. ഇനിയൊരു സർജറി ഉണ്ട് ഓഗസ്റ്റിൽ. അതോടൊപ്പം അയാളുടെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പല കാര്യങ്ങളും മാറി മറിഞ്ഞു. ഈ ബിഗ് ബോസ് ഗെയിമിൽ മാത്രം ഒതുങ്ങുന്നതല്ല അയാൾക്ക് ഇതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. തീർച്ചയായും ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ അയാൾ ചിലപ്പോൾ വിജയ് പോലും ആകാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ടോപ്പ് 5-ൽ എന്തായാലും വന്നേനെ ഈ സിജോ. ഋഷി അപ്പോൾ ഔട്ടായനെ അല്ലെങ്കിൽ അഭിഷേക് ഔട്ടായനെ, എന്തായാലും സിജോ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഏകദേശം 80% നിങ്ങൾക്ക് ഉറപ്പിക്കാം. സിജോയും PR ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ പോയത്. ഇപ്പോൾ PR കൊണ്ടാണ് വിജയിച്ചത് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. PR കൊണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ചിന്താഗതി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾക്ക് സാധിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സിജോയും ടോപ്പ് 5-ൽ ഉണ്ടാകേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അയാളുടെ ജീവിതം തന്നെ, അയാളുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതം മാത്രമല്ല പുറത്തെ ജീവിതവും മാറ്റിമറിച്ചത് റോക്കിയുടെ ഒരൊറ്റ ആക്ഷൻ ആയിരുന്നു. അങ്ങനെയുള്ള റോക്കിയാണ് സിജോയോട് പറയുന്നത്, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിനക്ക് ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയുള്ള സിജോയോടാണ് മീഡിയക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ അയാളെ സുഹൃത്താക്കുമോ എന്ന്. എൻ്റെ ജീവിതം തകർത്ത ഒരാളെ ഞാനെങ്ങനെ സുഹൃത്താക്കാനാണ് മിസ്റ്റർ? സിജോ തനിക്ക് പരാതിയൊന്നുമില്ല, അയാളുടെ ദേഷ്യമില്ല എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഉള്ളിൽ ദേഷ്യമുണ്ടാകും എന്നുള്ളതാണ് സാധ്യത. ദേഷ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും
പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളെ ആക്രമിച്ച അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരാളെ സുഹൃത്താക്കാൻ എങ്ങനെ സാധിക്കും? ചോദിക്കുമ്പോൾ കുറച്ച് കോമൺ സെൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കണ്ടേ?